മോനെ കിട്ടുണ്ണി, കാക്കയും കോഴിയും വന്ന് ഈ ഗോതമ്പ് കൊത്തി തിന്നാതെ ഒന്ന് നോക്കിക്കോണേ. അക്കാര്യം ഞാൻ ഏറ്റമ്മേ. ഞാൻ ഈ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒരു കാക്കയും കോഴിയും നമ്മളെ ഗോതമ്പ് കൊത്തി തിന്നില്ല. അതിന് ഞാൻ അവസരം കൊടുക്കില്ല. കൊള്ളാം, മിടുക്കൻ. എന്നാൽ പിന്നെ അമ്മ വേഗം ചെന്ന് പൂവാലി പശുവിനുള്ള പുല്ല് മുറിച്ച് വരാം. പുല്ല് മുറിച്ചിട്ട് അമ്മ പതിയെ വന്നാൽ മതി. പോ, ഈ ഗോതമ്പ് തിന്നെ വന്ന് നീ വെറുതെ മോയിക്കണ്ട. പോ പോ. ഹായ്, ഈ പൈക്കിടാവിന്റെ ഓട്ടം കാണാൻ എന്ത് രസമാ. എന്നെ കളിയാക്കുവാനോ നീ? നിന്നേക്കാൾ വലിയ ഓട്ടക്കാരനാ ഞാൻ. അവിടെ നിക്കടി. കണ്ടോ? ഹോ, എന്തൊരു വേഗത. അമ്പടി, എന്നെ തോപ്പിക്കാമെന്ന് കരുതിയോ? കണ്ടില്ലേ ഞാൻ നിന്നെ തോപ്പിച്ചത്. ഇനി ഞാൻ ഓടാം, നീ എന്നെ പിടിക്കുക. അമ്മ വിളിക്കുന്നുണ്ടല്ലോ. ആവശ്യം പോലെ വിളിച്ചോട്ടെ. എനിക്ക് പൈക്കിടാവിന്റെ കൂടെ കളിക്കണം. മഴ പെയ്യാന്ന് ഓർത്തായിരിക്കും അമ്മ വിളിക്കുന്നത്. ആ ഗോതമ്പ് അമ്മയ്ക്ക് തന്നെ വാരി വെക്കാമല്ലോ. മോനെ, എന്റെ അമ്മയാണല്ലോ ആ വിളിക്കുന്നത്. കിട്ടുണ്ണി, ഞാൻ കളി നിർത്തി. എന്റെ അമ്മ വിളിക്കുന്നു, എനിക്ക് പോണം. അമ്മ വെറുതെ വിളിക്കുന്നതാവും. പോവല്ലേ പൈക്കിടാവേ, നമുക്ക് കളിക്കാം. ഞാൻ കളി നിർത്തി, എനിക്ക് പോണം. പോണവരൊക്കെ പോട്ടെ. എന്റെ അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. നല്ല കൂട്ടുകാർ ഇങ്ങനെയല്ല, എപ്പോഴും ഒരുമിച്ച് നിൽക്കും. നീ എന്താ ഇങ്ങനെയെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. പൈക്കിടാവേ, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അമ്മമാർ വിളിക്കുന്നത്. ഞാൻ പോകാതെ കളിക്കാൻ തീരുമാനിച്ചു. നീ അമ്മ വിളിച്ചതേ കളി നടത്തി ഓടിപ്പോയി. അതെന്താ അങ്ങനെ? കിട്ടുണ്ണി, അമ്മമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളത് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ നമ്മൾക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്. അയ്യോ, കാറ്റിന് ശക്തി കൂടുതലാണല്ലോ. വല്ല മരവും മറിഞ്ഞു വീഴുവോ? അമ്മ വിളിച്ചപ്പോ അങ്ങ് ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ പേടിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നോ കിട്ടുണ്ണി? ശരിയാ, അമ്മയെ അനുസരിക്കാത്തതാണ് എന്റെ തെറ്റ്. വിഷമിക്കണ്ട കിട്ടുണ്ണി, ഇനി അങ്ങനൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. മഴ കുറയുന്നുണ്ടല്ലോ. അമ്മേ. മോനെ, എവിടെയായിരുന്നു നീ? അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. ഒരു മനോഹരമായ കൊച്ചു ഗ്രാമത്തിലായിരുന്നു അമ്മിണി മുത്തശ്ശിയും കിച്ചുവും താമസിച്ചിരുന്നത്. ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. മുത്തശ്ശിക്ക് സ്വന്തമായി 2 പശുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയും കുട്ടിയായ കിച്ചുവും പശുക്കുട്ടിക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. മോനെ കിച്ചു, കറുമ്പി പശുവിന് ആ പുല്ലെടുത്ത് കൊടുക്ക്. ശരി മുത്തശ്ശി. മുത്തശ്ശി, നാളെ നമുക്ക് പശുക്കുട്ടിയെ കുളിപ്പിക്കാൻ പുഴക്കരയിലേക്ക് പോകാം. നാളെയോ? ഇന്നലെയല്ലേ നമ്മൾ പോയത്? അത് സാരമില്ല മുത്തശ്ശി, നാളെയും പോകാം. ശരി ശരി. ഈ കുട്ടിയുടെ ഒരു കാര്യം, നിനക്ക് വെള്ളത്തിൽ കളിക്കാനല്ലേ? പോ മുത്തശ്ശി, ഞാൻ വെള്ളത്തിനൊന്നും കളിക്കില്ല. എടാ കൊച്ചു കള്ള, ഇങ്ങനെ മുത്തശ്ശിയോട് നുണ പറയാമോ? ആ സമയം ഗ്രാമപാതയിലൂടെ ഒരു ഭിക്ഷക്കാരൻ വിശന്നു നടന്നു വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയെ കണ്ട ഭിക്ഷക്കാരൻ പതിയെ മുത്തശ്ശിയുടെ വീടിനടുത്തേക്ക് നടന്നു. അയ്യോ അയ്യോ, നടന്ന് ഒരുപാട് തളർന്നേ, വിശന്നിട്ട് വയ്യായേ. ഞാനൊരു ഭിക്ഷക്കാരനാണേ, എന്തെങ്കിലും തരണേ, വിശന്നിട്ട് വയ്യായേ. ശരി ശരി, നിങ്ങൾ കൈ കഴുകി ആ വരാന്തയിൽ ഇരുന്നോളൂ, ഞാൻ ഭക്ഷണം തരാം.
ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശി. അതൊന്നും സാരമില്ല. വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നതല്ലേ വലിയ കാര്യം. അതെയോ? എങ്കിൽ നിങ്ങളുടെ മാലയിങ്ങെടുക്ക് വൃദ്ധസ്ത്രീ. ഇല്ലെങ്കിൽ ആഹാരം കഴിച്ച് തളർച്ച മാറിയപ്പോൾ ഭിക്ഷക്കാരന്റെ മട്ടും ഭാവവും മാറി. അയാൾ ഒരു കൊള്ളക്കാരനായിരുന്നു. കൊള്ളക്കാരൻ അട്ടഹസിക്കാൻ തുടങ്ങി. അത് കണ്ട് പാവം മുത്തശ്ശിയും കിച്ചുവും ഭയന്നുപോയി. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങള് പാവങ്ങളാണ്. എങ്കിൽ ഇങ്ങെടുക്ക് വൃദ്ധസ്ത്രീ നിങ്ങളുടെ മാലയും വളയും. മുത്തശ്ശി, ഇതൊക്കെ അതിന് സ്വർണമാണോ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് സ്വർണമെല്ലാം മുറിയിൽ അലമാരിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന്. എന്ത്? സ്വർണമല്ലാത്ത മാല ഊരിത്തൊന്ന് പറ്റിക്കാൻ നോക്കുന്നു? ഞാൻ വിഡ്ഢിയാണെന്ന് കരുതി. എവിടെയാ മുറി? മാറി നിൽക്കും. മുത്തശ്ശിയുടെ കൊച്ചു മിടുക്ക. നമുക്ക് ആളുകളെ വിളിച്ചു കൂട്ടാം. നിക്ക് മുത്തശ്ശി, 2 ദിവസം കള്ളം മുറിയിൽ പട്ടിണി കിടക്കട്ടെ, എന്നിട്ട് ആളുകളെ വിളിച്ചു കൂട്ടാം. അത് ശരിയാ. നമ്മൾ അവന് വിശപ്പിന് ആഹാരം കൊടുത്തപ്പോ നമ്മളെ തന്നെ ദ്രോഹിക്കാൻ വന്നു. അതെ മുത്തശ്ശി, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ മിടുക്കനായ നമ്മുടെ കിച്ചു കള്ളനെ കെണിയിലാക്കി. 2 ദിവസം കള്ളൻ മുറിയിൽ വിശപ്പ് സഹിച്ചു കിടന്നു. കള്ളൻ ആകെ തളർന്നിരുന്നു. അതിനുശേഷം മുത്തശ്ശി നാട്ടുകാരെ വിളിച്ചുകൂട്ടി കള്ളനെ നാടുകടത്തുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ഗ്രാമത്തിലേക്ക് ആ കള്ളൻ വന്നിട്ടേയില്ല. ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി തന്റെ വീടും പരിസരവും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ച് തന്റെ വീടും പരിസരവും എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ പക്ഷികളെയും ചെടികളെയും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന മുത്തശ്ശി മുറ്റത്തും മരക്കൊമ്പുകളിലും വന്നിരുന്ന കാക്കകളുമായി നിരന്തരം വഴക്കടിച്ചിരുന്നു. ഈ കാക്കകളെ കൊണ്ട് തോറ്റു. എപ്പോ നോക്കിയാലും ഉണ്ടാവും ശല്യം. പോകാക്കേ പോ. മുത്തശ്ശി എന്തിനാ ഈ പാവം കാക്കകളെ ആട്ടി ഓടിക്കുന്നത്? കാക്കയ്ക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാവാം. ആരെയും വില കുറച്ച് കാണുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി വയ്യാതെ കിടപ്പിലായി. മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ജനാലയിലൂടെ തന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഇലകളും കമ്പുകളും കണ്ട് വിഷമിച്ചു. അയ്യോ, എന്റെ വീടും പരിസരവും എല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. എന്താ ചെയ്യ? ഇനിയിപ്പൊ അസുഖമൊക്കെ മാറിയിട്ട് ഒക്കെ വൃത്തിയാക്കാം. ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ പതിവ് പോലെ വന്നിറങ്ങിയ കാക്കകൾക്ക് മുത്തശ്ശിയുടെ വീടും പരിസരവും പതിവില്ലാതെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി.
മുത്തശ്ശി ഇവിടെ ഇല്ലേ? വീടും പരിസരവുമെല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. അത് ശരിയാണല്ലോ. എപ്പോഴും ഇവിടം വൃത്തിയായി സൂക്ഷിക്കുന്ന മുത്തശ്ശിയല്ലേ. മുത്തശ്ശിക്ക് ഇതെന്തു പറ്റി? ഇനി വയ്യാതെയോ മറ്റോ ആയോ? മുത്തശ്ശി എവിടേക്കെങ്കിലും പോയോ? എന്നാ പിന്നെ നമുക്കിവിടെയൊക്കെ വൃത്തിയാക്കിയാലോ? അത് വേണോ? നമ്മൾ അത് ചെയ്താൽ മുത്തശ്ശിക്ക് ഇഷ്ടമാകുമോ? നമ്മളെ എപ്പോഴും വഴക്ക് പറയാറുള്ളതല്ലേ. അത് മുത്തശ്ശി മറ്റൊന്നും വിചാരിച്ച് പറയുന്നതാവില്ല. വാ കൂട്ടുകാരെ, നമുക്കിത് ചെയ്യാം. മുത്തശ്ശിക്ക് സന്തോഷമാവട്ടെ. ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെ. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്നും വരക്ക് വാങ്ങി കൂട്ടിയാലേ സമാധാനം ആവൂ. പക്ഷേ അവർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നല്ലതൊക്കെ തന്നെ. എന്തിനും ഏതിനും ഇവരെ വരക്ക് പറയുന്ന മുത്തശ്ശിക്ക് ഇഷ്ടമാവുമോ? ശരിയാ, നമുക്ക് നോക്കാം. കാക്കകൾ തന്റെ മുറ്റം വൃത്തിയാക്കുന്ന കാഴ്ച ജനാലയിലൂടെ കാണുന്ന മുത്തശ്ശിക്ക് കാക്കകളെ വഴക്കു പറഞ്ഞതിൽ വല്ലാത്ത വിഷമം തോന്നി. എന്റെ ഈശ്വരാ, ഈ പാവങ്ങളെയാണല്ലോ ഇത്രയും കാലം ഞാൻ ആട്ടി ഓടിച്ചത്. കലപില കൂട്ടി കുരുത്തക്കേട് കാണിക്കുന്ന ഈ കാക്കക്കൂട്ടത്തിന് ഇത്ര നല്ല മനസ്സുണ്ടായിരുന്നോ? ഏയ് മക്കളെ, പോകല്ലേ പോകല്ലേ, പേടിക്കണ്ടാട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇത് കണ്ടോ, നെയ്യപ്പവാ. ഇത് നിങ്ങൾക്കുള്ളതാ. വാ, വന്ന് വയറ് നിറയെ കഴിച്ചോ. വാ മക്കളെ, വാ, വന്ന് കഴിച്ചോ. സന്തോഷത്തോടെ മുത്തശ്ശി ഇലയിൽ വിളമ്പിയ നല്ല സ്വാദുള്ള നെയ്യപ്പങ്ങൾ കഴിക്കാൻ കാക്കകൾ കലപില ശബ്ദമുണ്ടാക്കി മുറ്റത്തേക്ക് പറന്നിറങ്ങി. അങ്ങനെ അന്നു മുതൽ മുത്തശ്ശിയും കാക്കകളുമായി വലിയ ചങ്ങാത്തത്തിലായി. ഹായ് മുത്തശ്ശി, ഈ നെയ്യപ്പത്തിന് എന്തൊരു മണമാണ്. എങ്ങനെയാണ് മുത്തശ്ശി ഈ നെയ്യപ്പത്തിന് ഇത്രയും രുചി വരുന്നത്? നെയ്യപ്പം കൊള്ളാവോ? ഇഷ്ടമായോ? എന്ത് രുചിയാണ് ഇതിന്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മുത്തശ്ശി, ഈ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും ഒക്കെ ചേർത്ത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നതാ. ഇങ്ങനെയാ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ട് കേൾക്കാനും. അയ്യോ മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിക്കൊണ്ടുപോയി. അയ്യോ വേണ്ട മോളെ, കരയണ്ട. മുത്തശ്ശി മോൾക്ക് വേറെ തരാം. നല്ല മണം വരുന്നുണ്ടല്ലോ. എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിൽ ഇത് എവിടെ നിന്നാണ് നെയ്യപ്പത്തിന്റെ മണം? ഓ,
കൊതി കൊണ്ടെന്റെ വായിലൂടെ ഇപ്പൊ കപ്പലോടിക്കാം. ഓ. ആ, 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 ആ. അപ്പോൾ അവിടെ നിന്നാണ് ഈ മണം. ഈ കാക്കയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ നെയ്യപ്പം? ഇവളോട് കുറച്ച് ചോദിച്ചാലോ? മുഴുവനും ചോദിച്ചാ തരില്ല. പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ആ, എന്തെങ്കിലും സൂത്രം ഒപ്പിച്ചാൽ ആ നെയ്യപ്പം തട്ടിയെടുക്കാം. ലാ 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 ലാ, ലാ 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 ലാ, ലാ 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 ലാ, ലാ 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 ലാ. ഇതെന്താ കുറുക്കച്ച പാട്ടൊക്കെ പാടി? നല്ല സന്തോഷത്തിലാണല്ലോ. ലാ 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 ലാ, ലാ 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 ലാ, ലാ 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 ലാ, ലാ 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 ലാ. പാട്ട് കേൾക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ? ലാ 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 ലാ, ലാ 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 ലാ, ലാ 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 ലാ. നന്നായിട്ടുണ്ട്. പക്ഷേ ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്നെക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. ശരിയാണോ? ആണോന്നോ? എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിലിനു പോലും ആവില്ല. എങ്കിൽ കാക്കപ്പെണ്ണേ, നീ ഒരു പാട്ട് പാടാമോ? ഇതാണോ നിന്റെ പാട്ട്? ഇതിന് ടെമ്പോ പോരാ, സംഗതി തീരെയില്ല. ഓ, ഒന്ന് വ്യക്തമായി പാടൂ, അപ്പം കിട്ടും. അപ്പങ്ങളും പാടും. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അപ്പം കിട്ടുമെന്ന്. അപ്പം എനിക്ക് തന്നെ കിട്ടി. മുത്തശ്ശി, ഒരു കഥ പറഞ്ഞു തരാമോ? ഓ, അതിനെന്താ? എന്റെ പൊന്നുമോൾക്ക് മുത്തശ്ശി എത്ര കഥ വേണമെങ്കിലും പറഞ്ഞു തരാലോ. ഒരിടത്ത് ദാമു എന്നു പേരുള്ള ഒരു തയ്യൽക്കാരൻ ഉണ്ടായിരുന്നു. നല്ലവനായ ദാമുവിനെ ആ നാട്ടിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ദാമുവിന് ഒരു മകനുണ്ട്, സോമു. തയ്യൽ കടയിൽ അച്ഛനെ സഹായിക്കുന്നതായിരുന്നു സോമുവിന്റെ ജോലി. അച്ഛനെ പോലെ പാവമൊന്നും ആയിരുന്നില്ല സോമു. അവൻ ദേഷ്യക്കാരനായിരുന്നു. അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തു പറ്റിയാവോ? കുറച്ചു നേരമായല്ലോ അച്ഛൻ വഴിയിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. അച്ഛൻ ആരെയാ? അവനെ, ആ കേശവൻകുട്ടിയെ. അതിന് കേശവൻകുട്ടി എന്ന പേരുള്ള ആരും ഇവിടെ തയ്ക്കാൻ തന്നിട്ടില്ലല്ലോ. കേടാ മോനെ, ഞാൻ എപ്പോഴും പഴം കൊടുക്കുന്ന ആ ആനയില്ലേ, അവനാ കേശവൻകുട്ടി. അത് ശരി, കേശവൻകുട്ടി എന്നായിരുന്നു ആനയുടെ പേര്. വെറുതെ എന്തിനാ അച്ഛൻ ആനയ്ക്ക് പഴം വാങ്ങിക്കൊടുത്ത് കാശ് കളയുന്നത്? മോനെ സോമു, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ. കേശവൻകുട്ടിക്ക് പഴം കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. ആ വാ വാ, നിനക്കുള്ള പഴം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നശിച്ച ആന ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ പഴം മുഴുവൻ എനിക്ക് തിന്നാമായിരുന്നു. ആ, മുഴുവനും തിന്നോടാ കേശവൻകുട്ടി, നല്ല ഏത്തപ്പഴമാ. ഓ, ഈ ആന ഒരു പഴക്കൊതിയന. കണ്ടില്ലേ, എല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങിയത്. ഇവന് പഴമല്ല, സൂചി കൊണ്ടൊരു കുത്താണ് കൊടുക്കേണ്ടത്. ആ, എന്നാ പിന്നെ കേശവൻകുട്ടി പുഴയിലേക്ക് പൊക്കോ. നാളെ നിനക്ക് ഞാൻ നല്ല പൂവമ്പഴം വാങ്ങി വയ്ക്കാം. എടാ ദാമുവേ, എന്റെ ചട്ട തയ്ച്ചോടാ മോനെ. ചാട്ടയോ? ചാട്ടയല്ല മോനെ, ചട്ട. ഇന്ന് തയ്ച്ചു തരാന്നാ നിന്റെ അച്ഛൻ ദാമു പറഞ്ഞത്. ഇന്നാണെങ്കി
എനിക്കൊരു കല്യാണത്തിനും പോകണം. അതിനെന്താ, പൊയ്ക്കോളൂ. എടാ മോനെ, ഈ ചട്ട തച്ച് കിട്ടി അത് ഇട്ടോണ്ട് വേണം പോകാൻ. അതെന്തായാലും നടക്കില്ല. ചട്ടയ്ക്കുള്ള തുണി വെട്ടിയിട്ട് പോലുമില്ല. മാത്രമല്ല അച്ഛൻ ഇന്ന് വൈകിയേ വരൂ. എന്തായാലും എനിക്ക് എന്റെ ചട്ട തച്ച് കിട്ടണം. അതും കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. ശ്ശേ, എന്താ ഇത്? ഏ, അയ്യോ, ആന കൊത്താൻ വരുന്നേ. പേടിക്കണ്ട, ആന ഒന്നും ചെയ്യില്ല. ആ, ഇന്നും നീ പഴം തിന്നാൻ ഇവിടെ നിന്നോ? കൊള്ളാം. പഴമൊക്കെ തിന്നിട്ട് നീ പതിയെ കുളക്കരയിലേക്ക് വാ. ഞാൻ മുമ്പേ പോവാ. തുമ്പി നീട്ടിപ്പിടിച്ചൊന്നും നിൽക്കണ്ട. അച്ഛൻ ഇവിടില്ല. വേഗം സ്ഥലം വിട്ടോ. ഒച്ച വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. പൊയ്ക്കോ വേഗം. പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? നിന്നെ ഓടിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, അടുത്ത മോനെ, ആനയെ സൂചി കൊണ്ട് കുത്തല്ലേ. മിണ്ടരുത്. എന്ത് വേണമെന്ന് എനിക്കറിയാം. കുത്തല്ലേ മോനെ. നിനക്ക് ഇതിരിക്കട്ടെ. എന്റെ അടുത്ത് ആനയുടെ ഓരോ അഭ്യാസവും നടക്കില്ല. കുത്തു കിട്ടിയപ്പോ കരഞ്ഞുകൊണ്ട് ഓടിയത് കണ്ടില്ലേ? ഇനി അവൻ ഈ വഴിക്ക് വരില്ല. അച്ഛൻ വരുമ്പോഴേക്ക് ഒരു ചായ കുടിച്ചു വരാം. എടാ മോനെ, നീ പോവാണോ? ഞാനൊരു ചായ കുടിക്കാൻ പോവാ. അപ്പോ എന്നെ ചട്ടയോ? ചട്ട ഇന്ന് കിട്ടില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. എന്റെ ദൈവമേ, കല്യാണത്തിന് പോക്ക് മുടങ്ങിയല്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ പോലീസുകാരന്റെ ഉടുപ്പ് കൊടുക്കണം. ഓ, ഇല്ലെങ്കിൽ അയാൾ എന്നെ ശരിയാക്കും. നീ വീണ്ടും വന്നോ? കിട്ടിയതൊന്നും മതിയായില്ലേ? സൂചി കൊണ്ടുള്ള കുത്ത് ഇനിയും വേണോ? അയ്യോ, എല്ലാം നനഞ്ഞല്ലോ. ഈ ആനക്കെന്താ മതവിളകിയോ? അയ്യോ, ഓടിവായോ, ഈ ആന എന്റെ കട തകർക്കുന്നേ. അയ്യോ, ഓടിവായോ. കേശവൻകുട്ടി, വേണ്ടടാ. ഞാൻ വരാൻ അല്പം വൈകിപ്പോഴേക്കും എന്തിനാ കേശവൻകുട്ടി നീ അതിക്രമം കാട്ടിയത്? അതിക്രമം കാട്ടിയത് കേശവൻകുട്ടിയല്ല, നിങ്ങളുടെ മകനാ. സൂചി കൊണ്ട് കേശവൻകുട്ടിയുടെ തുമ്പിക്കൈയിൽ ഇവൻ കുത്തി. അച്ഛാ, എന്നോട് ക്ഷമിക്ക്. ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു. മോനെ, കോപത്തിലുള്ള എടുത്തുചാട്ടം കൊണ്ട് നമുക്ക് ശത്രുക്കളെയേ നേടാൻ പറ്റൂ. എന്നാൽ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ഏത് കൊലകൊമ്പനെയും കീഴടക്കാൻ പറ്റുമെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അച്ഛാ, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു.